കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചു. സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛനറിയാവോ, എൻ്റെ മകന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊരു തീരുമാനമെടുത്തു, ബൈബിൾ മുഴുവൻ വായിക്കുമെന്ന്. 2025 തീരുമാനം 2026 ആയപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം അവൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞു എന്ന് ആ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, 6ാം ക്ലാസ്സിൽ പഠിച്ചു 7ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ഒരു ബാലൻ വീണ്ടും അവൻ ഈ വർഷവും വീണ്ടും അത് വായിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. പിന്നെ റീസെൻ്റ്ലി വിവാഹം കഴിഞ്ഞ കപ്പിൾസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 1 വർഷം ആകുന്നേ ഉള്ളൂ, പക്ഷേ ഈ 1 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ വായിച്ചു എന്ന്. വ്യക്തിപരമായിട്ട് വായിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ വായിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കുഞ്ഞുമക്കളും ഇതുപോലുള്ള യുവാക്കളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ആത്മീയ മൂല്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെയൊക്കെ മാതൃക നമുക്ക് പ്രചോദനമായിട്ട് മാറട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തിന്മയുടെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം.